FCRA का जिक्र कर रहे थे। इसमें ढेर सारे NGO भी जुड़े हैं, मगर ये NGO ऐसे हैं जो भारत के समाज को स्वस्थ करना चाहते हैं। कुछ NGO ऐसे होते हैं जो भारत के समाज को प्रताड़ित करना चाहते हैं। दोनों के लिए भारत सरकार की नीति एक नहीं हो सकती। FCRA के कानून का जो पालन नहीं करेगा उसके साथ सख्ती की जाएगी, कोई दया का भाव नहीं रखा जाएगा। FCRA ചട്ടഭേദഗതി ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സന്നദ്ധ സംഘടനകളെ ഇല്ലാതാക്കുന്നതാണ് പുതുക്കിയ ചട്ടം. എതിർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ഈ ബില്ല് എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് മാത്രം എന്താണ് ഇത്ര വിഷമം? ഇവിടെ ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. കാരണം വിദേശ ഫണ്ട് കൊണ്ടല്ല ക്രൈസ്തവർ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ്! ക്രൈസ്തവരാണ് ഈ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ RSSO അല്ലെങ്കിൽ BJP ഒക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയതും ഇവിടുത്തെ പൈനിയേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും ഇന്ന് അവർക്ക് ചിന്തിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ള വഴിവെട്ടി കൊടുത്തതും ക്രൈസ്തവർ തന്നെയാണ്. അതൊക്കെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചരിത്ര ഗ്രന്ഥങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ശ്രീ രവിശങ്കർ സാറിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി. അഭയ കേസിലെ 2 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം CBI കോടതി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. തോമസ് കോട്ടൂരിനും സഫിക്കും ജീവപര്യന്തം തടവ്, 5 ലക്ഷം രൂപ വീതം പിഴ. അതുകൂടാതെ ഫാദർ തോമസ് കോട്ടൂരിന് 1 ലക്ഷം രൂപ കൂടി അധികം പിഴയായി നൽകണം. വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിക്രമിച്ചു കടന്നതിനുള്ള പിഴയാണിത്. என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. ஆமா, இத்தனை வருஷம் நான் அவனுக்கு பயந்து ஒழிஞ்சிட்டு இருந்தேன்னு நினைச்சியா சிங்காரம்? பொழைச்சிட்டு போடான்னு விட்டுட்டு போனேன். யாரெல்லாம் மண்டே கல்வி கொள்ளையடிச்ச சம்பாதிச்ச சொத்தோ என்னமோ, இதே செட்டப்ல கடைசி வரைக்கும் ஜாலியா வாழ்ந்துட்டு இருந்துட்டு போயிருக்கலாம். இல்ல முடியாத, செஞ்ச பாவம் விடாத. தப்பு பண்ணிட்டியா சிங்காரம், தப்பு பண்ணிட்டே. நீ மறுபடியும் எங்களை தொட்டிருக்க கூடாது. தொட்டுட்ட, தொட்டவனே நான் விட்டதே இல்லை. என் மண்ணையும் என் மக்களையும் சுரண்டி தின்னவனுக்கு இதாண்டா முடிவு.